പത്തരമാറ്റിന്റെ വരാൻ പോകുന്ന പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാഗേന്ദ്രനെ തിരികെ അനന്തപുരിയിലേക്ക് കൊണ്ടുവരാൻ നോക്കുകയാണല്ലോ ആദർശും നയനയും. എന്നാൽ അതിനു മുമ്പ് ജലജയും നാഗേന്ദ്രനും തമ്മിൽ കാണുന്നതും നാഗേന്ദ്രനിൽ നിന്നും ആദർശ് കാണാൻ വന്നിരുന്നുവെന്നും താൻ എല്ലാ കാര്യങ്ങളും അവനോട് പറഞ്ഞുവെന്നുമുള്ള സത്യം ജലജ അറിയുമ്പോൾ ഉഗ്രവിഷമുള്ള വിഷപ്പാമ്പായിരുന്നു ജലജ എന്ന് നാഗേന്ദ്രൻ അറിയാൻ പോകുന്ന അടിപൊളി വിശേഷത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ വീഡിയോയ്ക്ക് ഹൈപ്പും ലൈക്കും നിങ്ങളുടെ വിലയേറിയ കമൻറ്റും ഇടാൻ മറക്കരുത്. നാഗേന്ദ്രൻ്റെ നിരപരാധിത്വം താൻ തെളിയിക്കുമെന്ന് പറഞ്ഞിട്ടാണല്ലോ ആദർശ് പോകുന്നത്. അതിനുശേഷം ഒരു ദിവസം ജലജ അബിക്കൊരു കോൾ വരുന്നത് കാണുകയാണ്. അബിയെ സംശയമുള്ളതിനാൽ അവൾ ഒളിച്ചിരുന്ന് അവനെ വാച്ച് ചെയ്യും. അച്ഛാ എന്ന് അബി വിളിക്കുന്നത് കേട്ട് ജലജ ഞെട്ടുകയാണ്. അപ്പോൾ അവന് ഇയാളുമായി ബന്ധമുണ്ടായിരുന്നല്ലേ? ഇത്രയും നാൾ പൊന്നുപോലെയാണ് ഞാൻ അവനെ നോക്കിയത്. എന്നിട്ട് അവന് കൂറ് അയാളോടാണ്. അല്ല, അതങ്ങനെയല്ലേ വരൂ, അയാളുടെ ചോരയല്ലേ? ജലജ പല്ലിഞ്ഞിരിക്കുകയാണ്ടോ. നാഗേന്ദ്രൻ അബിയെ ഒന്ന് കാണണമെന്ന് പറയാൻ വിളിച്ചതായിരുന്നു. അതിനാൽ കൂടുതലൊന്നും അവർ സംസാരിച്ചില്ല. എന്തായാലും ഇവന്റെ പുറകെ ചെല്ലാം, അയാൾ എവിടെയാണ് താമസമെന്ന് കണ്ടുപിടിക്കാമല്ലോ എന്ന് കരുതി അബി പോകുന്നതിന് പുറകെ ജലജയും പോവുകയാണ്. ഒടുവിൽ നാഗേന്ദ്രൻ താമസിക്കുന്നിടത്ത് അബി കയറുന്നത് കണ്ട് ജലജ തിരികെ പോരുകയാണ്ടോ. എന്തായാലും അച്ഛനും മകനും ഒരുമിച്ചുള്ളപ്പോൾ താൻ അങ്ങോട്ട് കയറി ചെന്നാൽ പ്രശ്നമാകുമെന്ന് ജലജയ്ക്ക് അറിയാം. നാഗേന്ദ്രനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അത് അബദ്ധമാവും. പിന്നീട് നാഗേന്ദ്രനെ കാണാൻ ജലജ ചെല്ലുകയാട്ടോ. ജലജയെ കണ്ടപ്പോൾ തന്നെ നാഗേന്ദ്രന് കലിയെടുക്കാൻ കഴിയുന്നില്ല കേട്ടോ. എടി വഞ്ചകി, നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞ് നാഗേന്ദ്രൻ ആക്രോശിക്കുകയാണ്. കാരണം അതുപോലത്തെ ചെയ്ത്താണ് ഇവൾ അയാൾക്കിട്ട് കൊടുത്തത്. അത് നാഗേട്ട, അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഞാൻ നാഗേട്ടൻ്റെ കൂടെ മക്കളെയും കൊണ്ടുവന്നാൽ നമ്മൾ എങ്ങനെ ജീവിക്കും? നാഗേട്ടനാണെങ്കിൽ വേറെ പണി എന്തെങ്കിലും നോക്കണ്ടേ? അതിന് സമയമെടുക്കും. പിന്നെ നമ്മൾ ഈ കുഞ്ഞുങ്ങളുമായി എവിടെ താമസിക്കും? അതുകൊണ്ടാണ് നാഗേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. കള്ളക്കരച്ചിൽ കാണിച്ച് നാഗേന്ദ്രനോട് ജലജ പറയുകയാണ് കേട്ടോ. ജലജയെ, നിനക്ക് ആള് തെറ്റി. അന്ന് ഞാൻ നിന്നെ വിശ്വസിച്ചു. എൻ്റെ മക്കളെ ഓർത്താ ഞാൻ നീ പറഞ്ഞതിന് കൂട്ടുനിന്നത്. എന്നിട്ട് നീ ചെയ്തതോ? തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിച്ചാൽ പോരെ എന്ന് പറഞ്ഞ് നീ മക്കളോടൊപ്പം സുഖമായി കഴിഞ്ഞു. ഇനിയും ഞാൻ നിന്നെ വിശ്വസിക്കാനോ? ഞാനിപ്പോൾ പഴയ നാഗേന്ദ്രനല്ലെന്ന് നീ അറിഞ്ഞു. അപ്പോൾ നിന്റെ അടുത്ത നമ്പറുമായിട്ട് ഇറങ്ങിയതാണല്ലേ? നീ അത് നിന്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതി എന്ന് നാഗേന്ദ്രൻ പറയുകയാണ് കേട്ടോ. സത്യത്തിൽ ജലജയ്ക്ക് നാഗേന്ദ്രനോട് ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇറങ്ങടി വെളിയിൽ, ഇന്ന് ഞാൻ കാശുകാരനായി എന്നറിഞ്ഞപ്പോഴുള്ള വരവാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നിനക്ക് ഇനി എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. എന്നെ കാണാൻ ആദർശ് വന്നിരുന്നു. എൻ്റെ നിരപരാധിത്വം എത്രയും പെട്ടെന്ന് തെളിയിക്കുമെന്ന് പറഞ്ഞിട്ടാ അവൻ പോയത്. ഇത് കേട്ട് വെട്ടി വിയർക്കുകയാട്ടോ ജലജ. അപ്പോൾ ഇയാൾ ആദർശിനോട് എല്ലാം പറഞ്ഞു. അങ്ങനെയെങ്കിൽ അച്ഛൻ തന്നെ പുറത്താക്കും. അപ്പോൾ അവന്തിക ഇയാളുടെ മകളല്ലെന്ന കാര്യവും അവനോട് പറഞ്ഞിട്ടുണ്ടാകും. ഇനി എന്ത് ചെയ്യുമേ ഈശ്വര എന്നോർത്ത് ജലജ തരിച്ചു നിൽക്കുകയാട്ടോ. അപ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ചെവിയിൽ നുള്ളിക്കോ ജലജെ, നിനക്കിനി അനന്തപുരി തറവാട്ടിൽ അധികം ആയുസില്ല. മുമ്പൊക്കെ എൻ്റെ സാലറി നിനക്ക് നിന്റെ ആർഭാടത്തിന് മതിയാവില്ലായിരുന്നു എന്നല്ലേ പരാതി പറഞ്ഞിരുന്നത്? ഇന്ന് എൻ്റെ കയ്യിൽ കോടികളുണ്ട്, പക്ഷേ അത് നിനക്ക് സുഖിക്കാനുള്ളതല്ല എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട് ജലജ അവിടെ നിന്ന് പോവുകയാണ്. ഏടിയവള്ളി കാലിൽ ചുറ്റിയതുപോലെ ഒരു ദിവസം ജലജയ്ക്ക് ഒരു കോൾ വരികയാണ്ടോ. ഹലോ ജലജെ, എന്നെ മനസ്സിലായോ? നീ എന്നെ മറന്നോ എന്നുമൊക്കെ അങ്ങേ തലയ്ക്കുള്ള ആൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. ജലജയ്ക്ക് ആ ശബ്ദം ഓർമ്മ വരികയാണ്. മദൻ്റെ ശബ്ദമല്ലേ ഇത് എന്ന് ജലജ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നീ എന്നെ മറന്നില്ലല്ലേ? ഞാൻ ഓർത്തു നീ എന്നെ മറന്നു പോയി കാണുമെന്ന്. എന്താ മദനേട്ടാ ഈ പറയുന്നത്? ഞാൻ ഈ ശബ്ദം കേൾക്കാനാണ് ഇത്രയും നാൾ ജീവിച്ചിരുന്നത് തന്നെ. എന്നെങ്കിലും ഒരു ദിവസം മദനേട്ടൻ എന്നെ വിളിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ജലജ, എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് അയാൾ പറയുകയാണ്. എനിക്കും മദനേട്ടനെ കാണണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ജലജയും പറയുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ജലജ. ഇതിനിടയ്ക്ക് നവീൻ നന്ദുവിനെ വിളിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റോറൻറ്റിൽ വരൂ, എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ. തന്നെ കുറച്ചൊന്നുമല്ലല്ലോ 2 കുരങ്ങ് കളിപ്പിച്ചത്, അപ്പോൾ കുറച്ച് വേദനിക്കട്ടെ എന്ന് കരുതിയാണ് നവീൻ അവളെ വിളിക്കുന്നത് കേട്ടോ. പക്ഷേ നവീനെ ഒരുപാടങ്ങ് അവോയ്ഡ് ചെയ്യാൻ നന്ദുവിനാവില്ലല്ലോ. ഇതറിഞ്ഞ് അനി അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അവൻ വിളിക്കുമ്പോൾ പോകുന്നത്? നിനക്ക് എന്തെങ്കിലും തിരക്ക് അഭിനയിച്ചുകൂടെ? നീ എന്താ അനി പറയുന്നത്? എനിക്കങ്ങനെ നവീനേട്ടനോട് മുഖത്തടിക്കും പോലെ പറയാനൊന്നും പറ്റില്ല. ഇതുവരെ കൊണ്ടെത്തിച്ചത് നീയല്ലേ, അനുഭവിക്കാതെ തരമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നന്ദു അനിയോട് ചൂടാവുന്നുണ്ട് കേട്ടോ.
പിന്നീട് മദനും ജലജയും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. എന്താ ജലജ, നിനക്കെന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? അത് മദനേട്ടാ, ആ നാഗേന്ദ്രൻ ഇവിടെ നാട്ടിലെത്തിയിട്ടുണ്ട്. വലിയ ബിസിനസ്സുകാരനൊക്കെയാണിപ്പോൾ. മൂർത്തീസ് ജ്വല്ലറി കുളം തോണ്ടണമെന്ന് പറഞ്ഞു വന്നതാ. പക്ഷേ അച്ഛൻ്റെയും ആദർശിൻ്റെ അടുത്ത് ഒന്നും നടന്നില്ല. പക്ഷേ എനിക്കാണിപ്പോൾ ഭീഷണിയായത്. നാഗേന്ദ്രനെ ആദർശ് കണ്ടിരുന്നു. അയാൾ എല്ലാ സത്യവും തുറന്നു പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നാഗേന്ദ്രൻ്റെ മകളല്ല അവന്തിക എന്നും പറഞ്ഞു കാണും. അപ്പോൾ ആദർശ് നിന്റെ അച്ഛനോട് ഇതെല്ലാം പറയില്ലേ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു കാരണവശാലും അവന്തികയുടെ അച്ഛൻ മദനേട്ടനാണെന്ന സത്യം അച്ഛൻ അറിയരുത്. അറിഞ്ഞാൽ ഞാൻ പുറത്താണ്. മദനാണെങ്കിൽ ജലജയോടുള്ള ഇഷ്ടം കൊണ്ടല്ല വന്നത്. ജയിലിൽ നിന്നും ഇറങ്ങിയപ്പോൾ സ്മഗ്ലിംഗ് ഒക്കെ ആയിട്ട് നടക്കുകയാണ്. ജലജയുമായി ചേർന്ന് അനന്തപുരി തറവാട് പിടിച്ചെടുക്കണം. എന്നിട്ട് വേണം അവിടെ രാജാവായി വാഴാൻ. ആ കിളവനോട് എനിക്ക് പ്രതികാരം ചെയ്യണം എന്നൊക്കെ മദൻ ആലോചിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് മദൻ തൻ്റെ കൂട്ടാളികളോട് നാഗേന്ദ്രനെ പൊക്കാൻ പറഞ്ഞു വിടുകയാണ് കേട്ടോ. അങ്ങനെ നാഗേന്ദ്രനെ ഒരു ദിവസം ബോധം കെടുത്തി അവരുടെ സങ്കേതത്തിലെത്തിക്കുകയാണ്. ഉടൻ ജലജയെ വിളിച്ച് മദൻ പറയുകയാണ്, ജലജെ, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിന്റെ ശത്രു ഇപ്പോൾ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ജലജ മദൻ്റെ അടുത്തേക്ക് പുറപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ നാഗേന്ദ്രന് ഓർമ്മ വന്നപ്പോൾ കാണുന്നത് മദനെയും ജലജയെയുമാണ്. ജലജ, നീ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്നത്? നിനക്ക് എന്താണ് ഇനി എന്നിൽ നിന്നും വേണ്ടത് എന്നൊക്കെ നാഗേന്ദ്രൻ ജലജയോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ അനന്തപുരിയിൽ നിന്നും ഓടിക്കണമല്ലേ? എന്നിട്ട് പണ്ടത്തെ പോലെ അച്ഛൻ്റെ വിശ്വസ്തനായ മരുമകനായി അവിടെ കഴിയണമല്ലേ? അത് ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് അയാളെ തലങ്ങും വിലങ്ങും ജലജ അടിക്കുകയാണ് കേട്ടോ. ഈ ദ്രോഹിയുടെ കൂടെയാണല്ലോ ദൈവമേ കുറേ നാൾ ജീവിച്ചത് എന്നോർത്തിട്ട് അയാൾക്ക് അയാളോട് തന്നെ പുച്ഛം തോന്നുകയാണ്. പിന്നീട് മുത്തശ്ശൻ ആദർശിനെ വിളിച്ചിട്ട് ഫുട്ബോൾ പ്രവചന മത്സരത്തിലെ വിജയിക്ക് സമ്മാനം കൊടുക്കണ്ടേ? അതിൻ്റെ ചടങ്ങ് എത്രയും പെട്ടെന്ന് നടത്തണ്ടേ ആദർശ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അച്ഛാ, ആ ചടങ്ങിൽ മാധ്യമപ്രവർത്തകരെയൊക്കെ വിളിച്ച് ഭംഗിയാക്കണം. അതെ അച്ഛാ, സോഷ്യൽ മീഡിയ മൊത്തം നമ്മുടെ ജ്വല്ലറിയെ പറ്റി ചർച്ച ചെയ്യട്ടെ എന്ന് ചെയ്യാനും പറയുന്നുണ്ട്. മുത്തച്ഛ, അതൊക്കെ ഞാൻ ഭംഗിയാക്കിക്കൊള്ളാം എന്ന് ആദർശ് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഒരു ദിവസം മദനൻ ജലജയെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് അതിലേ പോയ നവ്യ ഫോൺ എടുത്ത് നോക്കുമ്പോൾ മദനൻ എന്ന് കാണുന്നുണ്ട്. ഉടനെ അവൾ ആ കോൾ അറ്റൻഡ് ചെയ്യും. ആ ജലജ, അയാൾ ഭക്ഷണമൊന്നും കഴിക്കാതെ കിടക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അയാൾ ചത്തുപോവില്ലേ? നീ എത്രയും വേഗം ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ആ കോൾ കട്ട് ചെയ്യുകയാണ്ടോ. നവ്യയ്ക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഭക്ഷണം കഴിക്കുന്നില്ലെന്നാ പറഞ്ഞത്. അതാരാണ്? മദനൻ. ഇതുവരെ ഇങ്ങനെ ഒരു പേര് ആരും പറഞ്ഞു കേട്ടിട്ട് പോലുമില്ല. നവ്യ അബിയോട് സംസാരിച്ചിരിക്കുമ്പോൾ അബിയോട് ചോദിക്കുന്നുണ്ട്, അല്ല അബി, ഈ മദനൻ എന്ന പേരുള്ള ആരെയെങ്കിലും നിനക്കറിയുമോ? മദനനോ? എനിക്കറിയില്ല. എന്താ നീ ചോദിച്ചത്? അല്ല, ഒന്നുമില്ല എന്ന് നവ്യ പറയുകയാണ്ടോ. പിന്നീട് ഫുട്ബോൾ മത്സരത്തിലെ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് നാഗേന്ദ്രനെ വിളിക്കുകയാണ്ടോ ആദർശ്. എത്ര വിളിച്ചിട്ടും കോള് കണക്റ്റ് ആകുന്നില്ല. പിന്നീട് നാഗേന്ദ്രൻ്റെ വീട്ടിലെത്തുകയാണ് ആദർശ്. പക്ഷേ 2-3 ദിവസമായി സാറ് ഇവിടെ നിന്ന് പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല എന്ന് വേലക്കാർ പറയുകയാണ്ടോ. ഇതേ സമയം ജലജയ്ക്ക് വന്ന ആ ഫോൺ കോളിലെ മദനനാര് ഇതറിയാൻ വേണ്ടി നടക്കുകയാണ് കേട്ടോ നവ്യ. എന്തോ രഹസ്യം അമ്മ ഒളിച്ചു വെക്കുന്നുണ്ട്. അതെന്തായാലും കണ്ടുപിടിക്കണം എന്ന് നവ്യ തീരുമാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്